നേരം പുലരാറാകുമ്പോൾ ചിത്ര പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. ഒരു നിമിഷം ഉറക്കച്ചടവിൽ അങ്ങനെ കിടന്നപ്പോഴാണ് പെട്ടെന്നവൾ ആ കാര്യം ഓർത്തത്. തൊട്ടരികിൽ തന്നോട് പറ്റിച്ചേർന്ന് കിടന്നിരുന്ന വിഷ്ണുവിനെ വേഗത്തിൽ വിളിച്ചുണർത്താൻ ശ്രമിച്ചു അവൾ. ചെക്ക, എഴുന്നേൽക്ക്, നേരം വെളുക്കാറായി. അവനപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. എടാ, ഒന്ന് എഴുന്നേൽക്ക്, നേരം വെളുക്കാറാകുന്നു. ആരേലും എണീറ്റ് വന്ന് കാണുന്നതിന് മുന്നേ നിന്റെ റൂമിലേക്ക് പോ. പലവട്ടം തുടരെ വിളിച്ചപ്പോഴാണ് വിഷ്ണു ഉണർന്നത്. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ അവനൊന്ന് നിവർന്നു കിടന്നു. എന്തോ ആടി വെപ്രാളം കൂട്ടുന്നേ? വെളുത്തില്ലല്ലോ. അല്ലേലും അമ്മയൊന്നും ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വരില്ല, പതിയെ പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് അരികിൽ കിടന്ന ചിത്രയെ ബലമായി തന്നോട് വലിച്ചടിപ്പിച്ചു അവൻ. എടീന്നോ? ദേ ചെക്ക, ഞാൻ നിന്റെ ഏട്ടത്തിയമ്മയാണ്. ഇച്ചിരി ബഹുമാനമൊക്കെ ആകാം കേട്ടോ. ചെറിയൊരു പരിഭവത്തോടെയാണ് അവൾ വിഷ്ണുവിൻ്റെ മാറിലേക്ക് തലവെച്ചത്. ബഹുമാനമൊക്കെ ചേട്ടൻ്റെയും വീട്ടുകാരുടെ മുന്നിൽ. ഇവിടിപ്പോ നീ എൻ്റെ മുത്തല്ലേ പെണ്ണെ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ചിത്രയെ പുണർന്നുകൊണ്ട് ബെഡിലൊന്ന് ഉരുണ്ടു. നമുക്ക് ഒരു റൗണ്ട് കൂടി പോയാലോ? കുസൃതി ചിരിയോടെ അവൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവനെ തൻ്റെ ദേഹത്തു നിന്നും തള്ളി മാറ്റി ചിത്ര. അയ്യടാ, വേണ്ട, ഇനി ഒന്നുകൂടെ ആയാൽ ഞാൻ കാണില്ല. മോൻ വേഗം റൂമിലേക്ക് വിട്ടോ. അങ്ങനെ പറയല്ലേ പൊന്നെ. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ വീണ്ടും അവളെ തന്നോട് വലിച്ചടുപ്പിച്ചു. മനസ്സുകൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ കരവലയത്തിനുള്ളിൽ അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി. അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കവേ അവളുടെ ചുടുനിശ്വാസം വിഷ്ണുവിനെ വല്ലാതെ ഹരം കയറ്റി. എടോ, ഞാൻ വീഡിയോ ഓണാക്കട്ടെ? പെട്ടെന്ന് ചാടി എഴുന്നേറ്റവൻ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു. ശേഷം മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോഴേക്കും ബെഡ്ഷീറ്റിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി ചിത്ര. വിഷ്ണു, ലൈറ്റ് ഓഫ് ചെയ്യ്, നേരം വെളുത്തു വരുവാ. എന്തിനാ വെറുതെ ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്നേ? എനിക്കിത് ഇഷ്ടമല്ലെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീരസത്തോടെ അവൾ മുഖം തിരികെ ബെഡിലേക്ക് ചെന്നിരുന്നു വിഷ്ണു. ഇതൊരു രസമല്ലേ പൊന്നെ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലീലാവിലാസങ്ങൾ കാണാലോ. ഞാനിത് വേറെ ആരെയും കാണിക്കില്ല, താൻ പേടിക്കണ്ട. എന്നാലും ഇത് ശരിയല്ല വിഷ്ണു, എനിക്കിഷ്ടമല്ല. അബദ്ധവശാൽ ഇതെങ്ങാനോ ആരെയും കണ്ടാൽ പിന്നെ ചാവുകയല്ലാതെ വേറെ വഴിയില്ല. എടോ, അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ വിശ്വസിക്ക്. ഞാനിതൊക്കെ സീക്രട്ട് ഫോൾഡറിലാണ് ഇട്ടേക്കുന്നത്. അവളുടെ വിയോജിപ്പ് മാറ്റിയെടുക്കുവാൻ വിഷ്ണുവിന് അധിക സമയം വേണ്ടി വന്നില്ല. അവൻ്റെ ചുടുചുംബനങ്ങളിൽ ആ എതിർപ്പുകൾ അലിഞ്ഞു ചേർന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഏകദേശം 1 വർഷത്തോളമായി വിഷ്ണുവും ചിത്രയും തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങിയിട്ട്. 2 വർഷങ്ങൾ മുന്നെയാണ് വിഷ്ണുവിൻ്റെ ചേട്ടൻ ആനന്ദും ചിത്രയും തമ്മിലുള്ള വിവാഹം നടന്നത്. പ്രവാസിയായ ആനന്ദ് വിവാഹശേഷം 1 മാസത്തെ ലീവ് കഴിഞ്ഞ് തിരികെ പോവുകയും ചെയ്തു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അനിയനായ വിഷ്ണുവുമായി നല്ലൊരു സൗഹൃദത്തിലായി ചിത്ര. പലപ്പോഴും ആ വീട്ടിൽ അവൻ മാത്രമായിരുന്നു അവൾക്ക് കൂട്ട്. പിന്നെപ്പോഴോ ആ ബന്ധം വഴിവിട്ടു. ആ ഇരുനില വീട്ടിൽ വിഷ്ണുവിൻ്റെയും ചിത്രയുടെയും ബെഡ്റൂമുകൾ 1ാം നിലയിലാണ്. പ്രായമായ അച്ഛനും അമ്മയും അധികം അവിടേക്ക് കടന്നു വരാറില്ല എന്നതിനാൽ തന്നെ പല രാത്രികളിലും അവർ ഒരുമിച്ചാണ് ഉറങ്ങിയിരുന്നത്. ഇതിനിടയിൽ ആനന്ദ് നാട്ടിൽ ലീവിന് വന്നതാകട്ടെ ആകെ 15 ദിവസത്തേക്കും. ആർക്കും സംശയം നൽകാതെ എല്ലാവർക്കും മുന്നിൽ ചേച്ചിയും അനിയനുമായി അവർ അഭിനയിച്ചു ഫലിപ്പിച്ചു. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ചിത്ര അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു ആനന്ദിൻ്റെ അമ്മ. മോളെ, വിഷ്ണു എണീറ്റായിരുന്നോ? ചായ ദേയിരുന്ന് തണുത്തു. അവളെ കണ്ട പാടെ അമ്മ തിരക്കി. അറിയില്ലമ്മേ, മുറി തുറന്നിട്ടില്ല, ഉറക്കമാകും. ഒന്നും അറിയാത്ത പോലെ അവൾ മറുപടി പറഞ്ഞു. ആ പാതിരാത്രി വരെ മൊബൈലും കുത്തിയിരിക്കും, പിന്നെ എങ്ങനെ രാവിലെ എണീക്കും? പിറുപിറുത്തുകൊണ്ട് അമ്മ വീണ്ടും ജോലിയിൽ മുഴുകവേ പതിയെ ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് വീടിന് മുൻവശത്തേക്ക് പോയി ചിത്ര. ചെക്കൻ ക്ഷീണിച്ചു കിടക്കുമല്ലേ, പിന്നെങ്ങനെ എഴുന്നേൽക്കുവാന്? മനസ്സിലതോർത്തപ്പോൾ അറിയാതെ പുഞ്ചിരിച്ചുപോയി അവൾ. വിഷ്ണു എഴുന്നേറ്റ് വന്നപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. ചിത്രയെ ഒന്ന് നോക്കി കണ്ണിറുക്കി അവൻ നേരെ അടുക്കളയിൽ അമ്മയുടെ അരികിലേക്ക് പോയി. ആ സമയം ആനന്ദിൻ്റെ കോൾ വന്ന് ചിത്ര മുറിയിലേക്കും പോയി. ആ ദിവസം അങ്ങനെ പതിയെ നീങ്ങി. കോളേജിൽ പോയ വിഷ്ണു അന്ന് പതിവിലും ലേറ്റായാണ് തിരികെ എത്തിയത്. വരുമ്പോൾ മുഖത്തൊരു ചെറിയ മുറിവും ഉണ്ടായിരുന്നു. അയ്യോ, ഇതെന്തു പറ്റി മോനെ നിനക്ക്? എവിടെയെങ്കിലും വീണോ? അമ്മയുടെ ഒച്ച കേട്ടിട്ടാണ് ചിത്രയും പുറത്തേക്ക് ചെന്നത്. ഒന്നുമില്ലമ്മ, വണ്ടി ചെറുതായൊന്ന് തെന്നി. കുഴപ്പമൊന്നുമില്ല, നെറ്റിയൊന്ന് മുറിഞ്ഞു, അത്രേ ഉള്ളൂ. ക്ഷീണിച്ച സ്വരത്തിലാണ് അവൻ മറുപടി പറഞ്ഞത്. അയ്യോ, എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ? നീ ഹോസ്പിറ്റലിൽ കാണിച്ചോ? വിഷ്ണുവിനെ കണ്ട് ചിത്രയ്ക്കും വേവലാതിയേറി. ഒന്നുമില്ല ഏട്ടത്തി, വേറൊന്നും പറ്റിയില്ല. ഫോൺ ഡിസ്പ്ലേ പൊട്ടി, അത് ഞാൻ ശരിയാക്കി. പിന്നെയുള്ളത് നെറ്റിയിലെ മുറിവ് മാത്രമാണ്. അവൻ പതിയെ വീടിനുള്ളിലേക്ക് കയറി
ഒപ്പം തന്നെ അമ്മയും ചിത്രയും ഉണ്ടായിരുന്നു. ഉള്ളതാണോടാ, വേറെ കുഴപ്പമൊന്നുമില്ലേ? ചിത്രയുടെ വേവലാതി അപ്പോഴും മാറിയില്ല. അമ്മ അടുത്തുനിന്ന് മാറിയ തക്കത്തിൽ അവൾ വിഷ്ണുവിൻ്റെ മുഖത്ത് തലോടി ചോദിച്ചു. ഇല്ല പെണ്ണെ, ഒന്നും പറ്റിയിട്ടില്ല. ഇനി നേരിട്ട് കണ്ടാലേ വിശ്വാസം വരുള്ളൂ എങ്കിൽ രാത്രി ഞാൻ റൂമിലേക്ക് വരാം. നീ തന്നെ മുഴുവനായി നോക്ക്. ചുണ്ടുകളിൽ ഒരു കുസൃതിച്ചിരി ഒളിപ്പിച്ചാണ് അവൻ മറുപടി പറഞ്ഞത്. വയ്യാണ്ടിരുന്നാലും വഷളത്തരം മാത്രമേ പറയൂ അല്ലേ? അവൻ്റെ ചെവിയിൽ ഒന്ന് നുള്ളി ചിത്ര. എന്നാൽ ആ വേദനയിലും ഒരു സുഖം കണ്ടെത്തി വിഷ്ണു അപ്പോഴും പുഞ്ചിരിച്ചു. പിന്നെ 2 ദിവസം അവൻ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. പൂർണ്ണ പരിചരണം ചിത്ര ഏറ്റെടുത്തിരുന്നു. 3-ാം ദിവസം രാവിലെ പതിവില്ലാതെ ഫോണിലേക്ക് ഒരു ഫ്രണ്ട് നിർത്താതെ വിളിച്ചപ്പോഴാണ് വിഷ്ണു ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ഡാ വിഷ്ണു, വാട്സപ്പ് ഒന്ന് നോക്കടാ, ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നീയും നിന്റെ ഏട്ടത്തിയല്ലേ? കോൾ എടുത്ത പാടെ ആ വാക്കുകൾ കേട്ട് വിഷ്ണുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. വീഡിയോയോ? പെട്ടെന്ന് കോൾ കട്ടാക്കി വാട്സപ്പിൽ ഫ്രണ്ട് അയച്ച വീഡിയോ ഓപ്പണാക്കി അവനാകെ അടിമുടി മരവിച്ചു പോയി. അത് പലപ്പോഴായി അവനും ചിത്രയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പകർത്തിയ വീഡിയോകളിലൊന്നായിരുന്നു. ദൈവമേ! അടിമുടി വിറച്ചുപോയ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പോലും നിലത്തേക്ക് വീണുപോയി. പെട്ടെന്ന് ഫോൺ വീണ്ടും കയ്യിലേക്കെടുത്ത് അവൻ ആ ഫ്രണ്ടിനെ തിരികെ വിളിച്ചു. ഡാ, ഇതെവിടുന്ന് നിനക്ക് കിട്ടിയേ? എൻ്റെ ഫോണിൽ നിന്ന് എന്തിനാടാ നീ ഇതെടുത്തേ? അവൻ്റെ ശബ്ദം വിറപൂണ്ടു. ഡാ കോപ്പേ, ഞാൻ എടുത്തതൊന്നുമല്ല. ഇതിപ്പോൾ എനിക്കൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയതാ. ഇത് മാത്രമല്ല, 4-5 വീഡിയോസും വേറെയും ഉണ്ട്. എല്ലാം സെയിം റൂം, നീയും നിൻ്റെ ഏട്ടത്തിയും. എന്ത് നാറിയ പണിയാടാ നീ കാണിച്ചേ? വീഡിയോ ഫുള്ള് ലീക്കായിട്ടുണ്ട്. നിന്നെയൊക്കെ എങ്ങനെ കുടുംബത്ത് കയറ്റാനാ? പറഞ്ഞു നിർത്തുമ്പോൾ സുഹൃത്തിൻ്റെ വാക്കുകളിൽ വെറുപ്പാണ് നിറഞ്ഞത്. അതോടെ ആകെ തകർന്നു വിഷ്ണു. കോള് കട്ട് ചെയ്ത് നടുങ്ങി തരിച്ചങ്ങനെ ഇരുന്നു പോയി അവൻ. ഈ വീഡിയോസ് എങ്ങനെ ലീക്കായി? ആ ചിന്ത അവനെ ആകെ അലട്ടി. ഒടുവിൽ ചതി എങ്ങനെ പറ്റിയെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. ഫോൺ ശരിയാക്കാൻ കടയിൽ കൊടുത്തപ്പോൾ അവർ ചെയ്തതാകും. അതോടെ കയ്യിൽ കിട്ടിയ ഷർട്ടും എടുത്തിട്ട് അവൻ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. വിഷ്ണു, നീ ഇതെവിടേക്കാ ഈ രാവിലെ തന്നെ വെപ്രാളപ്പെട്ടു പോണത്? പിന്നാലെ ഓടി പുറത്തേക്ക് ചെന്ന ചിത്രയെ നോക്കവേ അവൻ്റെ ഉള്ളു പിടഞ്ഞു. എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവൻ. ശേഷം വേഗത്തിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പാഞ്ഞു. അപ്പോഴേക്കും ചിത്രയുടെ ഫോണിലേക്ക് ആനന്ദിൻ്റെ കോൾ എത്തിയിരുന്നു. മൊബൈൽ ഷോപ്പിൽ ചെന്ന് വലിയ ബഹളമുണ്ടാക്കിയെങ്കിലും അവരുടെ കുത്തുവാക്കുകൾക്ക് മുന്നിൽ വിഷ്ണു പരാജയപ്പെട്ടുപോയി. നിന്നോടൊക്കെ ദൈവം ചോദിക്കോടെ നാറുകളെ, ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. പലരുടെയും ഫോണിലെ സീക്രട്ട് ഫയൽസ് ഇതുപോലെ മൊബൈൽ ഷോപ്പുകാർ ലീക്കാക്കിയ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്നോട് വേണ്ടായിരുന്നു. അടങ്ങാത്ത കലിയും സങ്കടവും എല്ലാം കൊണ്ട് അവൻ്റെ വാക്കുകൾ ഇടറി. ഒന്ന് പോടാന്നാറി. കുടുംബത്തിലുള്ളതിനെ തന്നെ വെച്ചോണ്ടിരുന്നിട്ടിപ്പോൾ എല്ലാം പുറത്തായപ്പോൾ ബാക്കിയുള്ളവൻ്റെ മെക്കിട്ട് കയറുന്നോ? മൊബൈൽ ഷോപ്പിലെ സ്റ്റാഫുകൾ അവനെ പരമാവധി പുച്ഛിച്ചു വിട്ടു. ഇതിന്ന് രാവിലെ കണ്ട ആ വീഡിയോയിൽ ചെക്കനല്ലേ? ഡാ മോനെ, കൂടെയുള്ളതാരാ? ഫ്രണ്ടാണോ? സൂപ്പറാ കേട്ടോ, കലക്കി. ചുറ്റും കൂടിയവരിൽ ചിലരും അവനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അതോടെ വേഗത്തിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും തിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു വിഷ്ണുവിന്. സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും മാറി മാറി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അതിലൊരു കോൾ ആനന്ദിൻ്റേതായിരുന്നു. അതെടുക്കുവാൻ ധൈര്യമുണ്ടായില്ല വിഷ്ണുവിന്. വാട്സപ്പിൽ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരുടെയും വക തെറി അഭിഷേകമായിരുന്നു. ഒടുവിൽ ഗതികെട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ തുനിയവേ പെട്ടെന്ന് ചിത്രയുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നു. അത് കണ്ട് ഒരു നിമിഷം ബൈക്ക് സൈഡാക്കി വിഷ്ണു. ശേഷം വിറച്ചാണവൻ കോൾ ബട്ടൺ അമർത്തിയത്. വിഷ്ണു, നീ എവിടെയാ? ചിത്രയുടെ ശബ്ദത്തിൻ്റെ കടുപ്പവും അവൻ്റെ ധൈര്യം കെടുത്തി. എടോ, അത് മൊബൈൽ ഷോപ്പുകാരാ ചതിച്ചത്. ഒരുവിധം അവൻ മറുപടി പറഞ്ഞൊപ്പിക്കുകയായിരുന്നു. സമാധാനമായല്ലോ അല്ലേ? നിനക്കിപ്പോൾ എത്ര വട്ടം ഞാൻ പറഞ്ഞതാ വീഡിയോ എടുക്കരുതെന്ന്, എന്നിട്ട് കേട്ടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ജീവിതം തുലഞ്ഞു. മുറി വിട്ട് പുറത്തിറങ്ങാൻ വയ്യ. അയൽക്കാരൊക്കെ അറിഞ്ഞും കേട്ടും കുത്തുവാക്കുകളുമായി എത്തിത്തുടങ്ങി. അതിനേക്കാളൊക്കെ ഉപരി ആനന്ദേട്ടൻ തീർന്നു. എല്ലാ ബന്ധങ്ങളും തീർന്നു. സ്വന്തം വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. ഫോൺ കയ്യിലെടുക്കാൻ വയ്യ എനിക്കിപ്പോൾ. ചിത്രയുടെ തൊണ്ടയിടറി. എടോ, വിഷമിക്കല്ലേ. ആരില്ലേലും നിനക്ക് ഞാനുണ്ട്. വിഷമിക്കല്ലേ നീ. പരമാവധി അവളെ സമാധാനിപ്പിക്കുവാൻ വിഷ്ണു ശ്രമിച്ചു. അവൻ്റെ മിഴികളും അപ്പോൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. നീ ഉണ്ടായിട്ട് എന്തിനാടാ? ഞാനിപ്പോൾ പിഴച്ചവളാണ്. നാട്ടുകാർക്ക് മാത്രമല്ല, സ്വന്തം വീട്ടുകാർക്ക് മുന്നിലും. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
അതാ അവസാനമായി നിന്നെ ഒന്ന് വിളിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ വീഡിയോസ് എന്നേലും പുറത്തായാൽ പിന്നെ മരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇനി ഈ ലോകത്ത് ജീവിക്കാൻ ഞാനില്ല. ഞാൻ ഇന്നോടെ തീരുവാ വിഷ്ണു. ലവ് യു, മിസ് യു. കോൾ കട്ടായി. ചിത്ര നീ അവിവേകമൊന്നും കാട്ടരുതേ. മറുപടിയായി അവൻ പറഞ്ഞത് കേൾക്കാൻ അവൾ നിന്നില്ല. വീണ്ടും പലവട്ടം വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല ചിത്ര. അതോടെ അവൾ എന്തോ കടുങ്കൈ ചെയ്തു എന്ന് ഉറപ്പിച്ചു വിഷ്ണു. ആരെയെങ്കിലും ഒന്ന് വിളിക്കാനോ വീട്ടിലേക്ക് പോകുവാനോ തോന്നിയെങ്കിലും ഉള്ള ധൈര്യമില്ലായിരുന്നു അവന്. എൻ്റെ ദൈവമേ, ഏത് നശിച്ച നേരത്താണോ എന്തോ ആ വീഡിയോസ് എടുക്കാൻ തോന്നിയത്. ഭ്രാന്തമായ അവസ്ഥയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവൻ. ഇല്ല, അവളെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. തെറ്റ് ചെയ്തത് താനാണ്, താൻ കാരണമാണ്. പാവം ചിത്ര. ശിക്ഷ തനിക്കും കിട്ടണം. ആ ചിന്ത വിഷ്ണുവിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയ എയർ ഹോൺ പിന്നിൽ നിന്നും കേട്ടത്. നോക്കുമ്പോൾ ചീറി പാഞ്ഞു വരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയാണ് അവൻ കണ്ടത്. ഒറ്റ നിമിഷം കൊണ്ടവൻ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു. ആ ലോറി അടുക്കും തോറും പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങി റോഡിനരികിലേക്ക് നിന്നു വിഷ്ണു. മരണം മുന്നിൽ കണ്ട നിമിഷം അവൻ്റെ ചുണ്ടിൽ ഭ്രാന്തമായ ഒരു പുഞ്ചിരി വിടർന്നു. വല്ലാത്ത കഷ്ടമായിപ്പോയത്. ചെറുക്കന് ലോറി ഇടിച്ചിട്ടിട്ട് ടയർ കയറി ഇറങ്ങിയെന്നാ കേൾക്കുന്നേ. സ്പോട്ടിൽ മരിച്ചു. പെണ്ണ് റൂമിലെ ഫാനിലും തൂങ്ങി. ഇതുങ്ങൾ രണ്ടും കൂടി കുറേ നാളായി ഇത് വെച്ച് നടത്തി വരുമായിരുന്നു. വീഡിയോസ് 5-6 ഉണ്ട്. ഈ പയ്യൻ്റെ മൊബൈൽ ശരിയാക്കാൻ കൊടുത്ത കടയിലെ പിള്ളേരൊപ്പിച്ച പണിയാ. ഇപ്പോൾ കേസായിട്ടുണ്ട്. പോലീസ് എല്ലാത്തിനെയും തൂത്തുവാരി കൊണ്ടുപോയി. 4 ആൾ കൂടുന്നിടത്തെല്ലാം നാടിനെ നടുക്കിയ ആ 2 ആത്മഹത്യകളായിരുന്നു ചർച്ചാ വിഷയം. എന്തൊക്കെ കാണണം ദൈവമേ, കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു. ഇപ്പം ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. പിള്ളേർക്കൊക്കെ ഒരുമാതിരി ഭ്രാന്താണ്, കാമഭ്രാന്ത്. അല്ലേലും അവനവനുള്ളതോ വിധിച്ചതോ അല്ലാതെ അന്യൻ്റേത് കട്ട് തിന്നാൻ നടന്നാൽ അവസാനം ഇതൊക്കെ തന്നെയാ അവസ്ഥ. ഇനിയേലും എല്ലാവർക്കും ഇതൊരു പാഠമായാൽ നല്ലത്. കവലയിലെ ആൾക്കൂട്ടത്തിൽ ഉയർന്ന ആ അഭിപ്രായം എല്ലാവരും ഒരുപോലെ ശരിവെച്ചു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാർക്ക് കുറച്ചു നാളത്തേക്കുള്ള സംസാര വിഷയമായി മാറി വിഷ്ണുവും ചിത്രയും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.